ഈ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയിലെ ചില സംഘടനകൾ, സമ്പന്നരൊക്കെ ഇന്ത്യയെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ഇവരിങ്ങനെ ഇന്ത്യയെ ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. വോക്സിൽ വന്നൊരു ലേഖനം തന്നെ എടുക്കുക. വോക്സ് എന്ന് പറയുന്നത് 2014 സ്ഥാപിതമായ ഒരു മാധ്യമമാണ്. 2011 സ്ഥാപിതമായ വോക്സ് മീഡിയയുടെ കീഴിൽ വരുന്ന ഈ ഒരു സ്ഥാപനം ഇന്ത്യയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ തലക്കെട്ടിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് എല്ലാവരും പരിഭ്രാന്തരാണ്, അമേരിക്കൻ വിമർശകരോട് US സഖ്യകക്ഷിയുടെ രഹസ്യ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ട് കൊടുത്തുകൊണ്ടാണ് അവർ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. അതിലൊന്ന്, ഒരു വിദേശ ഗവൺമെന്റ് അതിന്റെ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായി അമേരിക്കയിലുള്ള അവരുടെ വിമർശകരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു, അത് വിജയിക്കുന്നു എന്നാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. ലേഖനം എഴുതിയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിന്നിവിടെ കാണിക്കാം. മാതൃരാജ്യത്ത് നിന്ന് പലായനം ചെയ്ത റാഹിബ് നായിക്കിനെ ഞാൻ സബർമൻ മേരിലാൻഡിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. FBI ഏജന്റുമാരുമായിട്ട് അദ്ദേഹം ഒരിക്കൽ തന്റെ കൊലപാതക സാധ്യതകളെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു മുസ്ലിമാണ് നായിക്. 2019 ഓഗസ്റ്റില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന സ്വയം നിർണയ അവകാശങ്ങൾ റദ്ദാക്കുകയും താൽക്കാലികമായി അവിടെ സൈനിക നിയമം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അതായത് 370 അനുച്ഛേദം എടുത്തു മാറ്റിയിട്ട് അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് അവിടെ നിരവധി പത്രപ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കാശ്മീരികളെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് തടവിലാക്കുന്നു. കാശ്മീരിലെ യാഥാർത്ഥ്യം പുറം ലോകത്തെ അറിയിക്കാൻ നായിക് പരമാവധി ശ്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നേരിട്ടുള്ള വിവരണമെന്നും ഈ ഒരു ലേഖനത്തിൽ അയാൾ പറഞ്ഞു വയ്ക്കുന്നു. ബാക്കി കൂടി നമുക്ക് നോക്കാം. കാശ്മീരിൽ അടിച്ചമർത്തൽ ആരംഭിച്ച് 10 ദിവസത്തിന് ശേഷം നായിക്കിന് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർമാരിൽ നിന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുപോയി പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. ഒടുവിൽ 2020 ഒരു വേനൽക്കാലത്ത് ഈ പീഡനങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ നായിക്ക് അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ മോദി അദ്ദേഹത്തെ അത്ര എളുപ്പം പോകാൻ അനുവദിച്ചില്ല. 2020 സെപ്റ്റംബറിൽ ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ നായിക്കിന് ഒരു സന്ദേശം അയച്ചു. ഞാൻ നിങ്ങളുടെ പിതാവിനെ ഒരു കപ്പ് ചായ കുടിക്കാനായിട്ട് ക്ഷണിച്ചു. 2020 നവംബറിൽ രണ്ടാമത്തെ ഇന്റലിജൻസ് ഓഫീസർ നായിക്കിന്റെ പിതാവിനെ ബന്ധപ്പെട്ടിരുന്നതായി പറഞ്ഞു. അതായത് നിരന്തരമായിട്ട് അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടിട്ടും നായിക്കിനെ ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിന്തുടരുകയും ഇത്തരത്തിൽ മെസ്സേജുകളൊക്കെ അയച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് ലേഖനം പറഞ്ഞു വയ്ക്കുന്നത്. ബാക്കി കൂടി നമുക്ക് നോക്കാം. 2022 ജൂണിൽ മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യവേ നായിക്കിന് ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചു. നിങ്ങളെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, പ്രോസിക്യൂട്ട് ചെയ്യുമെന്നാണ് ആ സന്ദേശം. അങ്ങനെ ഈ നായിക്ക് ഭയന്നു പോവുകയും ഉടനെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പറക്കുകയും ചെയ്തു എന്നും ലേഖകൻ പറയുന്നുണ്ട്. ഇയാൾ ഇതൊക്കെ ഈ നായിക് എന്ന് പറയുന്ന ആളുമായി സംസാരിച്ച് അയാൾ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വേറെ തെളിവും കാര്യങ്ങളൊന്നുമില്ല, അയാൾ പറഞ്ഞത് അതേപടി എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നിരന്തരമായിട്ട് ഭീഷണികളൊക്കെ ലഭിച്ചപ്പോൾ 2023 ഒക്ടോബറിൽ തന്റെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് നായിക് FBI കണ്ടു. തങ്ങൾ സാഹചര്യം വളരെ ഗൗരവമായി കാണുന്നുവെന്നാണ് FBI അദ്ദേഹത്തോട് പറഞ്ഞത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുന്ന നായിക്കിന് ഫെബ്രുവരിയിൽ ഗ്രീൻ കാർഡ് ലഭിച്ചു. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ അദ്ദേഹം കുടുംബത്തെ വിളിച്ചപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി മകന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നതായി അദ്ദേഹത്തിന്റെ പിതാവ് വെളിപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ തന്റെ മകൻ ഇന്ത്യയെക്കുറിച്ച് നല്ല ലേഖനങ്ങൾ എഴുതണമെന്ന് നായിക്കിന്റെ പിതാവിനോട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയെന്ന് ലേഖകൻ പറയുന്നു. ഇതിലൂടെ ഈ അമേരിക്കൻ മാധ്യമം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഗവൺമെന്റിനെതിരെയോ ഇന്ത്യക്കെതിരെയോ സംസാരിക്കുന്ന ആൾക്കാരെ വേറൊരു രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടാൽ പോലും അവരെ വിടാതെ പിന്തുടർന്ന് അവരുടെ പുറകെ തന്നെ ഉണ്ട്. അത്തരത്തിൽ ജനാധിപത്യ ധ്വംസനമാണ് ഇന്ത്യ നടത്തുന്നത്. സ്വേച്ഛാധിപത്യത്തിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്ത്യയെ വിമർശിക്കാൻ ഭയം തോന്നുകയാണ് എന്നാണ് ഈ ഒരു മാധ്യമം ഇതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ വിമർശിക്കുന്നവർക്ക് പോലും രക്ഷയില്ല. ഒരു സ്വേച്ഛാധിപതിയായിട്ട് അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ലേഖനം പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ കൂടി അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ അതുകൂടി പറയാം.
നായിക്കിന്റെ പോലുള്ള കഥകൾ ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായി അന്വേഷിച്ചു. അമേരിക്കൻ മണ്ണിൽ തങ്ങളെ ഉപദ്രവിക്കാൻ ഇന്ത്യൻ സർക്കാർ പസഫിക് സമുദ്രം കടന്ന് എത്തിയെന്ന് പറയുന്ന ഇന്ത്യയുടെ വിമർശകർ, രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന അമേരിക്കൻ പൗരന്മാരെയും സ്ഥിര താമസക്കാരെയും നരേന്ദ്രമോദിയുടെ സർക്കാർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് സംബന്ധിക്കുന്ന നിരവധി രാഷ്ട്രീയ വ്യക്തികളുമായും വിദഗ്ധരുമായും ആക്ടിവിസ്റ്റുകളുമായും ഒക്കെ അഭിമുഖങ്ങൾ ഞങ്ങൾ നടത്തി. പല പ്രമുഖർ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് ഈ കാനഡയിലും ഇന്ത്യയിലും ഒക്കെ നടന്ന ചില സംഭവങ്ങളാണ്. ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരുപിടി ഉന്നതമായ സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ കനേഡിയൻ പ്രവർത്തകർക്കെതിരായ ഒരു കൊലപാതക ഗൂഢാലോചന. എന്നാൽ ഇതു മാത്രമല്ലെന്നും ഇതിനും അപ്പുറം പലതരത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയെ വിമർശിക്കുന്നവരെ പിന്നാലെ നടന്ന് സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ ഉപദ്രവിക്കുന്നുണ്ട് എന്നും ലേഖകൻ പറയുന്നുണ്ട്. ഇന്ത്യൻ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് സംസാരിച്ച ഒരു അമേരിക്കൻ ചാരിറ്റി നേതാവ് തന്റെ ഇന്ത്യൻ ജീവനക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയിൽ പ്രവർത്തിച്ച ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ ട്രാവൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നാടുകടത്തി. 17ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ഒരു അമേരിക്കൻ ചരിത്രകാരിക്ക് നിരവധി വധഭീഷണികൾ ലഭിച്ചു. അവർക്ക് സുരക്ഷിതത്വമില്ലാതെ സംസാരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് അംഗവും മോദി ഭരണത്തിന്റെ രൂക്ഷ വിമർശകയുമായ ഒരാൾ തന്റെ ഇന്ത്യൻ മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കുമോ എന്ന ആശങ്കയുള്ളതായി പറഞ്ഞതായും ലേഖകൻ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ പലരുടെയും പേരുകൾ എടുത്തുകൊണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉദാഹരണങ്ങളും ഷെയർ ചെയ്യുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലിനേക്കാൾ ധിക്കാരമാണ് ഇന്ത്യയുടെ പ്രചാരണം. അമേരിക്കൻ പൗരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ റഷ്യ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇന്ത്യ ഇത്തരത്തിൽ ചെയ്തതിന് നിരവധി തവണ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ റഷ്യൻ പങ്കാളിത്തം കുറച്ച് വോട്ടുകൾ നേടിയെങ്കിലും ഇന്ത്യയുടെ പ്രചാരണം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പല കാരണങ്ങളുണ്ട്. അതായത് ഇവർ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: റഷ്യയേക്കാൾ അപകടകാരിയാണ് അമേരിക്കയുടെ സുഹൃത്തായ ഇന്ത്യ. കാരണം ഇന്ത്യയുടെ പല പദ്ധതികളും അമേരിക്കയുടെ ഉള്ളിൽ പോലും നടപ്പിലാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യ നയങ്ങൾ അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഭീഷണിയാകുന്നു എന്നാണ് ഈ മാധ്യമം ലേഖനത്തിലുടനീളം പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ചുകൂടിയുണ്ട്, അതുകൂടി ഞാനൊന്ന് പറയാം. ഒരു അമേരിക്കൻ അക്കാദമിക്ക് മുന്നറിയിപ്പ് നൽകി. കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കയാൽ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ കഴിയില്ല. വേറെയും കുറെ ഉദാഹരണങ്ങൾ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. അതിനകത്തുമൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ പലർക്കും പേടിയാണ്. എന്ന് വെച്ചാൽ അവരെ അപായപ്പെടുത്തുമോ അവരുടെ കുടുംബാംഗങ്ങളെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭീതിയുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കക്കാർക്ക് മാത്രമല്ല, ഇന്ത്യ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് രാജ്യത്തിനെ കട്ടപ്പ മോഡലിൽ പിന്നീന്ന് കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ പേടിയാണ്. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ശബ്ദിക്കാൻ ഭയമാണ്. അപ്പോൾ ഇന്ത്യ ഇവരുടെയൊക്കെ പിന്നാലെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ കണ്ണുകൾ ഇവരുടെ പിന്നിലുണ്ട് എന്നിവർ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരക്കാര് ഈ മാധ്യമത്തോട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അവർക്ക് ഭയമാണ് എന്ന്. പിന്നെ RSSന്റെ ഐഡിയോളജിയെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപിതമായ വർഷം, ഇന്ത്യ സ്ഥാപിതമായ വർഷം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആത്യന്തികമായിട്ട് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് അമേരിക്കയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഒരു വലിയ ലേഖനമാണ്, അത് വായിച്ചാലും പറഞ്ഞാലും തീരാത്തത്ര വലുതാണ്. പിന്നെ സിഖുകാരുടെ കാര്യങ്ങളെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എങ്ങനെയാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. അതായത് റഷ്യയേക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് ഇന്ത്യയാണ്. കാരണം റഷ്യയ്ക്ക് അമേരിക്കയിൽ ഇത്രയും സ്വാധീനമൊന്നുമില്ല, മറിച്ച് ഇന്ത്യക്ക് അങ്ങനെയല്ല, സ്വാധീനമുണ്ട്, അമേരിക്കയുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ആ സൗഹൃദത്തിന്റെ ഇടയിൽ തന്നെ ഇന്ത്യ അവർക്കെതിരെ ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഡി ഒരു ഭയങ്കര സംഭവമാണ്, ഒരു ഏകാധിപതിയാണ്, മോഡി എല്ലാവർക്കും പേടിയാണ്. സീരിയസ്ലി ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്ന ആ ലേഖനം മുഴുവനായിട്ട്. പൂർണ്ണമായിട്ടും ഈ അമേരിക്കൻ മാധ്യമം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കക്കാർക്ക് അടിസ്ഥാനപരമായ ഒരു കുഴപ്പമുണ്ട്. ഇവർ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. എല്ലാവരുമല്ല, പക്ഷെ മെജോറിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ എന്ന് പറഞ്ഞാൽ അവർ വിറയ്ക്കും. ഈ ഉത്തര കൊറിയ പറയത്തൊക്കെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഭയങ്കര പേടിയാണ്. ഇവരെങ്ങാനും ഇനി നാളെ ഈ അമേരിക്ക ആക്രമിക്കുമോ, ആണവ ബോംബ് വിടുമോ, ഈ പേടി കാരണം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉപരോധം ഉത്തര കൊറിയക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ മുടിഞ്ഞ പേടിയാണ് അമേരിക്കക്കാർക്ക്. അയാളുടെ തലവെട്ടം കണ്ടാൽ മതി, അയാളെ പേടിയാണ്. അതുപോലെ തന്നെ ഇറാനെ ഇവർക്ക് പേടിയാണ്. കാരണം ഇവർക്കെതിരെ ശക്തമായിട്ട് ആര് വന്നാലും അവരെയൊക്കെ ഇവർക്ക് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളർന്നു വരാതിരിക്കാൻ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവർക്ക് പേടി റഷ്യയാണ്.
റഷ്യൻ പ്രസിഡന്റ് പുടിനെ മുടിഞ്ഞ പേടിയാണ്. ചൈന എങ്ങാനും ഇവരെ ഓവർടേക്ക് ചെയ്യുമെന്നുള്ള പേടി ഇവർക്ക് കുറെ ആയിട്ടുണ്ട്. അപ്പൊ ചൈനയെ ഇവർക്ക് പേടിയാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഭയങ്കര പവർഫുൾ ആണല്ലോ, പിന്നെ ഇന്ത്യ വിവിധ രംഗങ്ങളിലൊക്കെ ശക്തമായിട്ട് വരുന്നു. ഇവർക്ക് ഈ അമേരിക്കൻസിന് നേരത്തെ ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു ആഫ്രിക്കൻ ലെവൽ കാഴ്ചപ്പാടാണ്. ആഫ്രിക്കക്കാരെക്കാൾ ഒരു അല്പം മുകളിൽ ഇന്ത്യക്കാർ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും ഇവർ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴീ ഇന്ത്യ കൂടുതൽ സംസാര വിഷയമാവുകയും മോഡി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്താണ് ഇന്ത്യ എന്ന് ഇവർക്ക് ഗൂഗിളിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്തൊക്കെ തുടങ്ങി. അപ്പോഴിവർക്ക് മനസ്സിലായി ആണവ ശക്തിയാണ്, സ്പേസ് പവറാണ്, അതുപോലെ ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്, ഇന്ത്യക്കാർ എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറും ഒരു ദരിദ്ര നാരായണന്റെ രാജ്യം മാത്രമല്ല, ഇന്ത്യ വളരെ പവർഫുൾ ആണ്, ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ്. അതായത് നാളെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ പവർ ആകാൻ സാധ്യതയുള്ള രാജ്യമാണ്. ഈ അടുത്ത കാലത്തൊന്നും ആ ഭീഷണി അവർക്കില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യയുമായി സഹകരിക്കുന്നത്. ഇപ്പൊ അവർക്ക് പ്രധാന ഭീഷണി ചൈനയാണല്ലോ. മറിച്ച് നാളെ ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായിട്ട് മാറിയാലോ എന്ന ഭീതി ഇവർക്ക് നല്ലപോലെ ഉണ്ട്. ആ ഭീതിയാണ് കുറെ അമേരിക്കക്കാര്, അമേരിക്കൻ മാധ്യമ പ്രവർത്തകര്, ചില സംഘടനകളൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ കുറെ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ഈ അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ കയറി ചെയ്തതുപോലെ, അമേരിക്ക അവരുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത പോലെ അതിന്റെ 100-1 പോലും ഇന്ത്യ ചെയ്തിട്ടില്ല. പിന്നെ ഇന്ത്യയുടെ ശത്രുക്കളെ, ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവരെ ഒതുക്കാൻ വേണ്ടി, നിശബ്ദരാക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുക തന്നെ ചെയ്യും. ഏത് രാജ്യവും അത് തന്നെയല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ എന്നാ നിങ്ങൾ കയറി ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഒരു ഭരണാധികാരിക്കും ഒരു രാജ്യത്തിനും പറ്റില്ല. അത് ചിലപ്പോൾ ഇന്ത്യ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇവർക്ക് ഇതിനെയൊക്കെ പേടിയാണ്. പ്രത്യേകിച്ച് മോഡിയെ ഇവർക്ക് ഇന്ന് പുടിനേക്കാൾ കൂടുതൽ പേടിയാണ്. കാരണം പുടിൻ ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒന്ന് വീക്കായിട്ടുണ്ടല്ലോ. യുദ്ധത്തിന് നീണ്ടുപോയപ്പോൾ പുടിൻ അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ മോഡിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മോഡിയെ പൊതുവേ ഇവന്മാർക്ക് പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മോഡിയുടെ ആ ഒരു ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മെജോറിറ്റി ഈ പറയുന്ന അമേരിക്കൻസിനും മോഡിയെ പേടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആഗോള തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബരാക് ഒബാമയ്ക്കും ട്രംപിനും ശേഷം ഇന്ന് ലോകത്തൊരു ആഗോള തലത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവില്ല. ഷി ജിൻപിങ് എന്ന് പറയുന്നത് ചൈനയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരാളാണ്. പുടിനുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരിക്കലും ഷി ജിൻപിങ്ങിന് പറ്റിയിട്ടില്ല. പുടിനാണെങ്കിൽ ഈ പറയുന്ന ഉത്തര കൊറിയൻ ഏകാധിപതിയെ പോലത്തെ ഒരു ഇമേജ് ആണ്. സ്വീകാര്യത വളരെ കുറവാണ് ലോകത്ത്. പക്ഷെ ഇവിടെ മോഡിയുടെ കാര്യത്തിൽ അങ്ങനല്ല. മോഡിക്ക് സ്വീകാര്യത കൂടിയുണ്ട്. അപ്പോൾ പുടിനേക്കാളും മോഡി അപകടകാരിയാണെന്ന് അമേരിക്കക്കാർ കരുതുന്നുണ്ട്. ഇവന് അമേരിക്കയെ പോലും ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട്, രാഷ്ട്രീയമായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിനെയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ നേതാവായ മോദിയെയും ഒക്കെ അവർ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.